എന്ന് വേറെ കാര്യമാണ്. പക്ഷേ ഈ നോക്കും നമ്മൾ സാറ്റലൈറ്റ് വിടുന്നു, ഒരു ചെറിയ ഗ്രഹം വിടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഉപഗ്രഹം പോലെ തന്നെ ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര നോളജാണ്. പക്ഷേ നമ്മൾ നോക്കും, നമ്മുടെ ഭൂമി തന്നെ അങ്ങനെ വിട്ടുള്ള ഒരു കാര്യമാണത്. ഇന്നും വയറിൽ കിടന്ന് കറങ്ങുകയാണ് അല്ലേ? പക്ഷേ ഇതിന് കോടാനുകോടി വർഷത്തോളം നിലനിൽപ്പുണ്ട്. പക്ഷേ മറ്റേ സാറ്റലൈറ്റിന് വളരെ ചെറുത്, വളരെ ഫാസ്റ്റായിട്ട് വീഴും, അത് അവസാനിക്കും ഏതാനും വർഷങ്ങളെക്കൊണ്ട്. അപ്പോൾ ആ നോളജ് ഇവിടെ ഉണ്ട് എന്തർത്ഥം, മനസ്സിലായില്ലേ? ആ കോടാനുകോടി ഇങ്ങനെയുള്ള സ്റ്റാർസും അതുപോലത്തുള്ള മറ്റുള്ള പ്ലാനറ്റ്സും എല്ലാം ശരി കറക്റ്റായിട്ട് നീട്ടിക്കൊണ്ടിരിക്കുന്നു, കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും. അവരെങ്ങനെ ഒരു സാറ്റലൈറ്റ് വിട്ടിട്ട് ഓർബിറ്റിലെത്തി കറക്റ്റായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അപ്പുറമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നോളജ് ഒന്നുമില്ല എന്നർത്ഥം. അതായത് ആത്മീയമുള്ള ജ്ഞാനം അത് നമുക്ക് 50 കോടി ശതവത്സര സംരംഭം, എത്ര കോടി വർഷങ്ങൾ ഇരുന്നാലും ഈ നോളജ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ കിട്ടും. ആർക്ക് കിട്ടും? വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തവും. ഭഗവാന്റെ ഭക്തന്മാർക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇതല്ല അതിനൊക്കെ വലുതാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നു, വിക്ഷേപിക്കുന്നില്ല. ഭഗവാൻ വിക്ഷേപിക്കുന്ന ഒരു ചെറിയൊരു 5 ടൺ 10 ടൺ ഉള്ള ഇതല്ല, കോടാനുകോടി ടണ്ണുള്ള ഒരുപാട് ഒന്നിച്ചാണ് ഇറക്കുന്നത് അല്ലേ? യസ്യൈക നിശ്വസിത കാലമതാവലംബ ജീവന്തി ലോമ വിലജ ജഗണ്ടനാഥ. ജഗദണ്ഡനാഥ വെച്ചാൽ ബ്രഹ്മാക്കന്മാർ. അണ്ടം, ജഗത്തിൻ്റെ ജഗത്തായിരുന്ന അണ്ടം ഉണ്ടല്ലോ, അണ്ടത്തിൻ്റെ നാഥന്മാരുന്നുണ്ട്. യസ്യൈക നിശ്വസിത കാലമതാവലം. യസ്യൈക ആ കൃഷ്ണൻ്റെ അല്ല, കൃഷ്ണൻ്റെ ഒരു പോർഷൻ്റെ ഒരു പാർഷ്യൽ എക്സ്പെൻസ് ആയിട്ടുള്ള വിഷ്ണുവിൻ്റെ ആണ് സംഭവിക്കുന്നത്. യസ്യൈക നിശ്വസിത, അത് നിശ്വാസത്തിൻ്റെ സമയം മാത്രം എടുക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശ്വാസം എടുക്കുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യുന്നു, ജഗതൻ്റെ നാഥന്മാരൊക്കെ വന്നു പോകുന്നു എന്നർത്ഥം. അതായത് പ്ലാനറ്റ്സും എല്ലാം വന്നു പോകുന്നു. അങ്ങനെ അതാണ് ശരിയായുള്ള നോളജ്. നിശ്ചയിക നിശ്വസ് ആരാണ് പറഞ്ഞു തരുന്നത്? ബ്രഹ്മാവ് തന്നെ പറഞ്ഞു തരുന്നത്. ഇതിൽ എത്രയും മുന്നേ നോക്കൂ, ജഗദണ്ഡനാഥൻ ഈ ജഗത്തിൻ്റെ പൊസിഷൻ അണ്ടത്തിൻ്റെ ഷേപ്പിലാണെന്നുള്ളതിൽ വളരെ കറക്റ്റായിട്ട് പറയുന്നു. അതേസമയത്ത് ഭൂമി പരന്നാണെന്ന് ശാസ്ത്രജ്ഞന്മാരാദ്യം പറഞ്ഞില്ല. പിന്നെ അവർക്ക് മനസ്സിലല്ല, ഇത് പരന്നല്ല, അണ്ടത്തിൻ്റെ ആകൃതിയാണ്. ഇത് നമ്മുടെ ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്നു കറക്റ്റായിട്ട്. യസ്യൈക നിശ്വസിത കാലമതാവലംബ ജീവന്തി ലോമവിലജ ജഗദണ്ഡനാഥ. വിഷ്ണുർ മഹാവിഷ്ണുവിൻ്റെ ഒരു ശ്വാസത്തിൻ്റെ സമയത്ത് ഒരുപാട് യൂണിവേഴ്സസ് എടുക്കുന്നു. ആ ശ്വാസത്തിൻ്റെ അവസാനിക്കുന്ന സമയത്ത് ഇതെല്ലാം അവസാനിക്കുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ ശ്വാസം എടുത്തിട്ട് വിടുന്ന ആ സമയം എത്ര വർഷങ്ങളെന്ന് കോടി വർഷങ്ങളാണ്. നിസ്കാലമതാവലംബ ജീവന്തി ലോമ വിലജ ജഗദണ്ഡനാഥ. വിഷ്ണു ഈ മഹാവിഷ്ണു ഇഹസ്യ കലാവിശേഷം, ആ ആളുടെ ചെറിയൊരു കല ആണ്. ആളുടെ കൃഷ്ണൻ്റെ ഗോവിന്ദം ആദിവൃക്ഷം തമഹം വദാമി. ആ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു ആണ് പറയുന്നത്. ആര് പറയുന്നത്? ബ്രഹ്മാവ് പറയുന്നത്. നിങ്ങൾ കാണുന്ന ബ്രഹ്മാക്കന്മാരൊക്കെ, അതായത് ഒരു ബ്രഹ്മാവല്ല അത് പറയുന്നത്, ധാരാളം ബ്രഹ്മാക്കന്മാരുണ്ട്. ഇവിടെ നമ്മൾ 4 തരമുള്ള ബ്രഹ്മാവാണെങ്കിൽ ഈ യൂണിവേഴ്സ് വളരെ ചെറുതാണെന്നർത്ഥം. മില്യൺസ് തരമുള്ള ബ്രഹ്മാവുള്ള അങ്ങനെ എത്ര മില്യൺ യൂണിവേഴ്സസ് ഉണ്ട്. അപ്പോൾ ജഗദണ്ഡനാഥന്മാർ മുഴുവൻ അവസാനിക്കുന്ന ഒരു ശ്വാസ സമയത്ത്. അപ്പോൾ ആ നോളജാണ് എന്ത് റിയൽ നോളജ്. ഇപ്പോൾ ഇതിൽ പറയുന്നില്ല, ഇപ്പോൾ നോളജിൻ്റെ കാര്യം പറയുന്നു. ഗീതയിൽ തന്നെ ആദ്യം പറഞ്ഞു, ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രബദ്ധതേ പറയുന്നു. വാസുദേവ സർവവിധി സമഹാത്മ സുദുർലഭ. ബഹുനാം ജന്മനാം അന്തേ, ബഹുനാം വളരെയധികം കാലങ്ങളോളം, ബഹുനാം ജന്മങ്ങൾക്ക് അന്തേ, ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ, വളരെ വർഷങ്ങൾ അന്വേഷിച്ച് നടന്നിട്ട് ഒരാൾക്ക് ജ്ഞാനം കിട്ടുന്നു. ആ ജ്ഞാനവാൻ മാം പ്രബദ്ധത. ആ ആൾ പിന്നെ എന്താവുന്നു? മാം എന്നെ, കൃഷ്ണൻ എന്താ പറയുന്നത്? ആൾ ഇടയ്ക്ക് പോകുന്നു. പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാം പ്രബദ്ധത എന്നതാണ് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ ശരണം പ്രാപിക്കുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ആരെ ശരണം പ്രാപിക്കുന്നു?
ഈ അറിവ് നേടിയ ആളെന്ന് അർത്ഥം. ജ്ഞാനവാൻ വെച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട വളരെ വലിയ സയൻറ്റിസ്റ്റ്, അതിനൊക്കെ വലിയ സയൻറ്റിസ്റ്റാണത്. കൃഷ്ണനാണ് സുപ്രീം. കൃഷ്ണ ശരണം പ്രാപിക്കലാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് മനസ്സിലായ ടോപ്പ് മോസ്റ്റ് നോളജാണത്. അതിനൊക്കെ വലിയ നോളജ്. വേദേഷു സർവേ ആവുമേവ വേദ കൃഷ്ണൻ പറയുന്നു. എല്ലാ വേദങ്ങളിലും എന്നെ അറിയാനുണ്ടെന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ എല്ലാ വേദങ്ങളും പഠിച്ചതിന് തുല്യമായി. എന്ത്? കൃഷ്ണൻ സുപ്രീം, കൃഷ്ണ സർവ്വാവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ വേദങ്ങളും അറിഞ്ഞ പോലെ. അല്ലാതെ വേദങ്ങളൊക്കെ അറിഞ്ഞിട്ട് കൃഷ്ണ അറിയാതെ എന്താ കാര്യം? കൃഷ്ണ ആരാന്ന് അറിയാതെ. കൃഷ്ണൻ എല്ലാവരും ഒന്ന് തന്നെയെന്ന് പറയുമ്പോൾ ഇതിൽ പറയുന്നത് യേശു നാരായണൻ ദേവം ബ്രഹ്മ രുദ്രാദി ദേവര് സമത്വന വിഷയത സപാഷണ്ഡി ഭവേന്ദ്രം എന്ന് പറയുന്നത് പത്മപുരാണം. യേശു നാരായണൻ ദേവം ശ്രീനാരായണനെയും ബ്രഹ്മരുദ്രാദി ദേവത ബ്രഹ്മാവിനെയും ശിവനെയും പോലെയുള്ള മറ്റുള്ള ദേവന്മാരെ സമത്വനേവ വിഷയത എന്ന് വെച്ചാൽ ഈക്വലായിട്ട് കണ്ടു കഴിഞ്ഞാൽ സഭാഷൻ്റെ അയാളെ എത്തിഷ്ടണം. അമ്പലത്തിൽ പോകുന്നുണ്ടാവും, തൊഴുന്നുണ്ടാവും, പക്ഷെ ആരാണ് അയാൾ? നിരീശ്വരനും നടത്തും. അതാണ്. അപ്പോൾ നമ്മൾ ശരിയാണ് അറിവ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ വാസുദേവ സർവവിധിയും നമുക്ക് മനസ്സിലാകുമ്പോൾ, എല്ലാം വാസുദേവനാണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് വലിയ ജ്ഞാനവാനാണ്. പിന്നെ അതിനേക്കാൾ ടോപ്പ് വലിയ ജ്ഞാനത്തിൻ്റെ ആവശ്യം വരുന്നില്ല എന്നതാണ് ഭാഗവതം പറയുന്നുണ്ട്. നമ്മൾ ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ സമാശ്രിതായ പദപല്ലവ പ്ലവം. സമാശ്രിത നമ്മൾ ആശ്രയിക്കുക ആരെയാണ്? സമാശ്രിതായ പദപല്ലവ പ്ലവം. പദപല്ലവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ നമ്മൾ പറയില്ലേ, വളരെ പുഷ്പത്തിൻ്റെ പോലെയുള്ള കാലുകൾ നിർത്തും. താമരക്കണ്ണൻ എന്ന് പറയില്ലേ, ഭഗവാനെ തന്നെ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന പോലെ നമ പങ്കജനാവായ നമ പങ്കജമാനി നമ പങ്കജനേത്ര, എല്ലാം ഭഗവാന്റെ പങ്കജമാണ്. അതുപോലെയുള്ള ആ കാലുകളിൽ സമാശ്രിതായ പദപല്ലവ പ്ലവം. ആ പദം ഉണ്ടല്ലോ, അതെന്താണ്? ബോട്ടാണ് ശരിക്കും. ആ ഭഗവാന്റെ പാദങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പദപല്ലവ പ്ലവം സമാശ്രിത. ആരാണ് ആശ്രയിക്കുന്നത്? സമാശ്രിതയെ പദപല്ലവ പ്ലവം മഹത്പദം പുണ്യശോമുരാരെ. പുണ്യ ഉള്ള ഇത്രയും ടോപ്പ് മോസ്റ്റ് ഓസ്പിഷ്യസ് ആയിട്ടുള്ള മുരാരെ കൃഷ്ണനെ നിർത്തും. മുര എന്ന് പറഞ്ഞാൽ രാക്ഷസനെ ഒന്നാണെന്ന് നിർത്തും. ഭഗവാന്റെ ഓരോ പേരിലും ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട് ഇല്ലേ, മുരാരെ. അപ്പോഴെന്തുണ്ടായിരുന്നു? പിന്നെ ഇതിൻ്റെ ഈ കംപ്ലീറ്റ് വേൾഡ്, കംപ്ലീറ്റ് ഈ ഭൗതികമായിട്ടുള്ള സ്ഥലങ്ങൾ മുഴുവൻ എങ്ങനെയാണ് വസ്സപദം എന്ന് പറയുന്നത്? വസ്സപദം എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കുട്ടിയുടെ കാലുണ്ടല്ലോ, കാലിൻ്റെ കുളമ്പെന്ന് പറയില്ലേ, അത് ഇവിടെ ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് ഒരു അടയാളം ഉണ്ടാവില്ലേ, ചെറിയൊരു അടയാളം, പശുവിൻ്റെ. അത് വസ്സപദം പരംപദം പദം ഈ വിപദാനതേഷം എന്ന് പറയുന്നത്. അവർക്ക് ഈ ഭഗവാനെ ശരണം പ്രാപിച്ച ആൾക്കാർ, കൃഷ്ണനെ കൃഷ്ണനെ ശരണം പ്രാപിച്ച ആൾക്കാർക്ക് ഭവാംബുദയിൽ ഈ പറയുന്ന ഭവസാഗരം ഉണ്ടല്ലോ, മെറ്റീരിയൽ ഓഷൻ, കംപ്ലീറ്റ് ഓഷൻ, ഇവർക്ക് കുളമ്പിൽ കാണുന്ന വെള്ളം പോലെയുള്ള ഒന്ന്. അത് എന്തിനും പ്രയാസം ഉണ്ടാക്കുമോ? ഇല്ല. പദം ന വിപത്താന്ന ദേശം. പദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും വിപത്ത്. ഇവിടെ മെറ്റീരിയൽ വേൾഡ് വെച്ചാൽ ഭൗതികമായിട്ടുള്ള സ്ഥലത്ത് ഏത് സമയത്തും എന്താണ്? അപകടമാണ്. ഏത് സമയത്തും അപകടമാണ്. പദം എന്ന വിപത്താം. പദം വിപത്താണ്. പക്ഷെ എന്നാ തേഷാം അവർക്കില്ല. അവർക്ക് സമാശ്രിതായ പദപല്ലവപ്ലവം, അതായത് ഭഗവാന് ശരണം പ്രാപിച്ച, ഭഗവാന്റെ കാൽപാദങ്ങളിൽ ശരണം പ്രാപിച്ച ആ ആൾക്കാർക്ക് പ്രയാസമില്ല. കാരണം അവരെന്താ എവിടേക്കാണ് പോകുന്നത്? വൈകുണ്ഠത്തിലേക്കാണ് പോകുന്നവർ. വൈകുണ്ഠം മീൻസ് നമ്മൾ വിചാരിക്കും വൈകുണ്ഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ടോപ്പ് മോസ്റ്റ് വൈകുണ്ഠമാണ് എന്ത്? ഗോലോകവൃന്ദാനം കൃഷ്ണ. അതാണ് അതിൻ്റെ ക്യാപിറ്റൽ. വൈകുണ്ഠത്തിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ക്യാപിറ്റൽ സിറ്റി ഏതാണ്? ഗോലോകം എന്നുണ്ട്, കൃഷ്ണലോകം. അപ്പോൾ അവർക്ക് അവിടെ യാതൊരു വിപത്തുമില്ല. വൈകുണ്ഠത്തിൻ്റെ പേര് തന്നെ അങ്ങനെയാണ് വരുന്നത്. വൈകുണ്ഠ നോ ആക്സൈറ്റി എന്നുള്ള നടത്തം തന്നെ. കുണ്ഠിതങ്ങളില്ലാത്ത സ്ഥലം നടത്തം. അപ്പോൾ ഇവിടെയാണ് എന്ത്? പദം വിപത്താം. ഓരോ സ്റ്റെപ്പിലും എന്താണ്? ഓരോ സ്റ്റെപ്പിലും വിപത്തുകളാണ് ഇവിടെ. പക്ഷെ നമ്മൾ അറിയുന്നില്ല. എന്താ കാര്യം? നമ്മൾ അതിലേക്ക് എടുക്കുന്നതാണ്. വിപത്തിലേക്ക് എടുത്ത് ഏത് സമയത്തും പ്രശ്നങ്ങളായിട്ട് നമ്മൾ അതിൽ ഇമ്മ്യൂണാവാൻ ശ്രമിക്കുകയാണ്.
അങ്ങനെയാണ്. പക്ഷേ ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല. എന്താ കാര്യം? നിങ്ങളുടെ പേര് തന്നെ എന്താണ്? മർത്യൻ. ഞാൻ പലപ്പോഴും പറയാറുള്ള മർത്യൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മരിക്കാനിരിക്കുന്നതാണെന്ന് അർത്ഥം. മരിക്കാൻ. അപ്പം നിങ്ങൾ ഇവിടെ നോക്കി, ഇവിടെ പ്രവനാക്കിയാൽ നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ഒരു രക്ഷ നിങ്ങൾക്ക് കിട്ടില്ല. എന്തോ ഒരു രക്ഷ കിട്ടില്ല. ഇതെന്ത് സാധനം പറയുന്നത് ഭഗവാൻ? ദുഃഖാലയം ശാശ്വതം അല്ലേ? മാം ഉപേത്യാത് കൗന്തായ ദുഃഖാലയം അശാശ്വതം ന ആത്മവന്തി മഹാത്മാന. എന്നപ്പോൾ സംഭവിക്കുന്ന ഇവിടെ കൗന്തായ കുന്തിപുത്ര, എന്നെ ഇവിടെ അതിനെ പറയുന്നത്, എന്നെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഇവിടെ ദുഃഖാലയ ആശുപത്രിക്ക് വരേണ്ട ആവശ്യം ഇല്ല. എവിടേക്ക് വരണം? മാമേത്തി എന്നുള്ളതാണ്. മാമേത്തി വെച്ചാൽ എൻ്റെ ലോകത്തേക്ക് വരുന്നു. എൻ്റെ ലോകം എന്ത് ലോകം? ശരിക്ക് ലോകമുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ ഭഗവാൻ പറയുന്നുണ്ട് ഇതിലേക്ക്. ഇതെല്ലാം പറയുന്നുണ്ട്, നത്തത് മാസേതേ സൂര്യ. ഇവിടെ സൂര്യൻ്റെ ഇലക്ട്രിസിറ്റിൻ്റെ ഒന്നിനും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സൂര്യൻ ഇല്ലെങ്കിൽ എന്താവും? വെളിച്ചുണ്ടാവില്ല, ആകെ ഇട്ടാവും. അപ്പോൾ എന്താവും? കണ്ണ് കാണില്ല എന്ന് മാത്രമാണോ? പിന്നെന്താ ഉണ്ടാകുന്നത്? ഭക്ഷണം കിട്ടില്ല, നമുക്ക് ജീവനുണ്ടായിരിക്കില്ല. ഒരു ചെടികളും മാറില്ലേ? സൂര്യനും ചന്ദ്രനും വേണം ചെടി വളരാൻ. ചെടികൾ നമുക്ക് ടേസ്റ്റ്, ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്ന പച്ചക്കറികളിലൊക്കെ ആരാണെന്നറിയോ? ചന്ദ്രനാണ്. സൂര്യൻ്റെ ഊർജ്ജവും വേണം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ഫോട്ടോസിന്തസിസും, എങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യണത് സസ്യങ്ങളെന്നൊക്കെ. വെറുതെയാണോ അത് ചെയ്യുന്നത്? സൂര്യനുള്ള കാരണമാണ്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു പെട്രോൾ മാക്സ് കത്തിച്ചാൽ പറ്റുമോ? അതിന് പറ്റില്ല. ആകെ അപ്പോൾ അത് ഇത് തന്നെ വേണം എന്നർത്ഥം. അപ്പോൾ അത് ഭഗവാൻ പറയുന്നുണ്ട്, ഇതിൻ്റെ ഒന്നും ആവശ്യം എൻ്റെ അടുത്തില്ല എന്നല്ല. എന്താ കാര്യം? അവിടെ കംപ്ലീറ്റ് നമ്മൾ ആത്മീയമാണ് ആണെന്ന കാര്യം. ആത്മീയതയ്ക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, എല്ലാം ഫുള്ളാണ്. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദിച്ചത്. പൂർണ്ണമാണ്, കംപ്ലീറ്റ് പൂർണ്ണമാണ്. പൂർണ്ണത്തിന് പൂർണ്ണ അതായ പൂർണ്ണമേവാവശിഷ്ടത്. ആ പൂർണ്ണത്തിന് പൂർണ്ണം തന്നെ എടുത്താൽ എന്താവും? പൂർണ്ണം തന്നെ പൂർണ്ണം. 1 - 1 = 1. 0 അല്ല എന്ന് പറഞ്ഞത്. അതാണ് സ്പിരിച്വൽ വേൾഡ്. 1 - 1 = 1. നല്ല ഇവിടെയാണെങ്കിലോ 1 - 1 എന്തായിരിക്കും? ഇവിടെ 0 ആണ്. അപ്പോൾ അവിടെ അങ്ങനെയല്ല എന്നർത്ഥം. അവിടെ പൂർണ്ണമാണ്. പൂർണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര എടുത്താലും എന്താവും? അക്ഷയ, ക്ഷയിക്കാതാണ്. ഭഗവാൻ ഒരിക്കലും ക്ഷയമുണ്ടാകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ അപ്പോൾ ഈ ബഹുനം ജ്ഞാനോ ജന്മനാം അന്ത്, വളരെയധികം ജന്മങ്ങൾക്ക് ശേഷം. വളരെ ജന്മം എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര ജന്മമായിരിക്കും? ചിലപ്പോൾ 1, 2, 3, 4 ആണോ? ഇപ്പം ഇതിനിടയ്ക്ക് തന്നെ എന്തുമാത്രം കോടികളുണ്ട്. നമ്മളിപ്പോഴും ഇവിടെയാണല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അന്നില്ലാതിരുന്നോ? നമ്മളിപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ വന്ന ബ്രഹ്മാവിൻ്റെ സമയത്ത് നമ്മളുണ്ടായിരിക്കും. മനസ്സിലായാലും ഇപ്പോഴൊന്നും ഉണ്ടായതല്ല ഇത്. എത്ര ഇപ്പോൾ സൂര്യൻ വന്നിട്ട് ഒന്ന് ഇവർ പറയുന്ന പോലെ 1977 അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ആണോ? അല്ല, ഒരിക്കലല്ല. എത്രത്തിന് മനുക്കൾ ഇപ്പം തന്നെ ഈ ബ്രഹ്മാവിൻ്റെ സമയത്ത് തന്നെ എന്തുമാത്രം മനുക്കൾ വരുന്നു, എന്തുമാത്രം അന്യന്തരങ്ങൾ. അപ്പം നമ്മൾ എത്ര കോടികൾ ജനങ്ങളെടുത്തു. പക്ഷെ നമ്മൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നു. അതായത് ഈ ജയിലിലിരിക്കുന്നു, ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അന്നും ഉണ്ടായിരുന്നു. അതല്ലേ അതുകൊണ്ട് പറയുന്നത്. കൃഷ്ണൻ പറയുന്നില്ലേ, ബഹുനീമേ വരിതാനി ജന്മാനി തവാച്ചാർച്ചനോ. അർജുന, നീയും വളരെയധികം ജന്മങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ നിനക്കൊന്നും അറിയില്ല. പക്ഷെ എനിക്കറിയാം. വേദന എനിക്കറിയാം. എന്താ കാര്യം? ഞാൻ ആത്മീയ ശരീരത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഭഗവാൻ എപ്പോഴും ആത്മീയ ശരീരം വിടുന്നില്ല. ഭഗവാൻ അതുപോലെ തന്നെ ഭൗതിക ശരീരം എടുക്കുന്നില്ല. നമുക്ക് തോന്നും നമ്മളെ പോലെയുള്ള ശരീരമായിട്ട് തോന്നുകയാണ് ശരീരം. പക്ഷെ അത് ആത്മീയ ശരീരമാണ്. അതിനൊരിക്കലും ക്ഷയം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ദ്വാരകയിൽ വന്നിട്ട് എത്ര വർഷം കൊണ്ടായിരുന്നു? മോർ ദാൻ 100 പ്രായമായപ്പോഴും ഭഗവാൻ എത്ര കാണുമ്പോഴെങ്കിലും നവയൗവനം വെച്ചാൽ നവയൗവനമായിട്ടല്ലേ ഭഗവാനെ കണ്ടിരുന്നത്. ഭഗവാൻ എപ്പോഴെങ്കിലും നമ്മളെപ്പോഴും വിചാരിച്ചപ്പോൾ പ്രായമായിട്ടൊക്കെ കണ്ടിട്ടുണ്ടോ? കൃഷ്ണ കണ്ടിട്ടുണ്ടോ? കൃഷ്ണ കാണില്ല. കാരണം കൃഷ്ണനാവില്ലേ. അതാണ് കൃഷ്ണൻ ഏത് സമയത്ത് എങ്ങനെയാണ് ആ രീതിയിൽ ആണ്. യാതൊരു കൊണ്ടുമില്ല. ഏത് പൊസിഷനിൽ വരാൻ ഭഗവാൻ കഴിയുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുവാൻ ജന്മനാ മുന്തേ ആണ്. അപ്പോൾ ഈ ജ്ഞാനം എന്നുള്ളത് ഇതിൽ പറയുന്ന ജ്ഞാനം, നമ്മൾ പറയുന്ന ഈ ശ്ലോകത്തിൽ ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആധ്യാത്മികയും അതുപോലെ തന്നെ ഭൗതികതയുടെയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ ജ്ഞാനം. അതാണ് ജ്ഞാനം.
ഇതിൽ മുന്നേ പറയുന്നുണ്ട് ആധ്യാത്മജ്ഞാനം. ജ്ഞാനത്തിൽ എന്താണ്? ആധ്യാത്മജ്ഞാനമാണ് ശരിയായുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. മറ്റുള്ള ജ്ഞാനമൊന്നും 000 എന്നല്ല, വാല്യൂ ഉണ്ട് അതിന് എപ്പോഴും. ഈ ആധ്യാത്മികമാണ് ഒരു പോയിന്റ്. 1 വന്നു കഴിഞ്ഞാൽ മറ്റുള്ള 0ക്കെല്ലാം വാല്യൂ ഉണ്ടാവും. ഇതാ വാസുകൃഷ്ണവ് ഇപ്പോൾ ബ്യൂറോൻ്റെ സെക്രട്ടറിയാണത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ എത്ര വർഷം മുന്നേ കേട്ടാണ്. അപ്പോൾ അദ്ദേഹം ഒരു അമേരിക്കാരനാണ് വാസുകൃഷ്ണവ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ത്യക്കാരില്ല, മഹാരാഷ്ട്ര. അദ്ദേഹം പറഞ്ഞ ക്ലാസ് ഞാൻ എത്ര വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ. അദ്ദേഹം പറയും ഈ ഭൗതികതയിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അവർക്കറിയാം, പ്രത്യേകിച്ച് അവർ അമേരിക്കൻസാണ്, അവർക്കറിയാം അവരെന്തുമാത്രം കിട്ടിയിട്ടും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അവർ അതിനൊക്കെ എന്തുമാത്രം കിട്ടിയിട്ടും കാര്യമില്ല. എന്തുമാത്രം നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഭൗതികത കിട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം 0 ആണ്. 0ക്ക് വാല്യൂ ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയും ഈ കൃഷ്ണാബോധം അല്ലെങ്കിൽ കൃഷ്ണ കോൺഷ്യസ്, കൃഷ്ണ എന്നുള്ള ഈ ഒരെണ്ണം ഈ 0ൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ 0നും വാല്യൂ ആയിരുന്നു. അതാണ്. അപ്പോൾ അത് വന്നപ്പോൾ എന്തായി? ആത്മീയത വന്നപ്പോൾ ഭൗതികതയ്ക്ക് വില ഉണ്ടാവും എന്ന് പറഞ്ഞു, അതിൻ്റെ വാല്യൂ വരുന്നു എന്നർത്ഥം ആണ് കാര്യം. അപ്പോൾ എന്തായാലും ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ ടോപ്പ് മോസ്റ്റ് ജ്ഞാനം. ഇതാണ്. അത് കൃഷ്ണനാണ്, സുപ്രീം കൃഷ്ണൻ്റെ സെർവൻസാണ് നമ്മൾ. അതുപോലെ ഈ ലൈഫ് ടൈമിൽ തന്നെ നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കൃഷ്ണനെ സെർവ് ചെയ്യണം. ഇതാണ് വേറൊന്നുമില്ല. ഇത് തന്നെയാണ് അതിൻ്റെ ശ്രീമദ് ഭാഗവതം നമുക്ക് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ലാസ്റ്റ് ടൈം പറയുന്നത് ഇത് തന്നെയാണ് ശരിക്കും. എന്താണ് ശരിക്കും എന്താ വേണ്ടത്? നമ്മൾ പ്രണോമോ ദുഃഖശമനം. നിങ്ങൾക്ക് ദുഃഖത്തിന് ശമനം വേണം. എന്ത് വേണം? കൃഷ്ണനെ നമിക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള വേറെ ഒന്നും. നിങ്ങൾക്ക് ദുഃഖത്തിന് ശമനം വേണം, കൃഷ്ണനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് നാമസങ്കീർത്തനം ചെയ്യണം. ആരുടെ നാമം സങ്കീർത്തനം ചെയ്യണം? കൃഷ്ണൻ്റെ നാമസങ്കീർത്തനം. യസ്യ 12th canto ഭാഗവതത്തിൽ പറയുന്നു. സൂതഗോസ്വാമി ശൗനകാരി ഋഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവസാനം വരെയാണ് ഭാഗവതത്തിൻ്റെ ആൻഡ് കൺക്ലൂഷനിലേക്ക് വരെയാണ് ആ സമയത്ത് പറയുന്നത്. സൂതഗോസ്വാമി പറയുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. അങ്ങനെ പ്രധാനപ്പെട്ട പോയിൻ്റ് അവസാനിപ്പിക്കുകയാണ് ഭാഗവതം. അതിൽ നാമസങ്കീർത്തനം യസ്യ, ആരുടെ നാമസങ്കീർത്തനാണോ സർവപാപ പ്രണാശനം, എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്നത്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം. ഒന്ന് ഭഗവാനെ നമസ്കരിച്ച് കഴിഞ്ഞാൽ ദുഃഖത്തിന് ശമനം വരുന്നു എന്നർത്ഥം. പ്രണാമോ ദുഃഖശമനം സ്തം നമാമി. ആ ആളെ ഞാൻ നമിക്കുന്നു. ഹരിം പരമായിട്ടുള്ള ഹരി ഞാൻ നമിക്കുന്നതാണ്. സൂതഗോസ്വാമി ഇവിടെ നമ്മൾ പറഞ്ഞില്ല, അത് ഇവിടെ ക്വസ്റ്റ്യൻ മന്ദിരം നമ്മൾ കേൾക്കുന്ന ഭാഗം അവർ പറഞ്ഞാണെന്നൊക്കെ പറയാൻ ചോദിക്കില്ല. സത്യത്തിൽ ഇത് ശുദ്ധദേവ് മഹർഷി ഭാഗം പറയുന്ന സമയത്ത് ഈ സൂതഗോസ്വാമി ഇവിടെ ഉണ്ടായിരുന്നു. ആ സൂതഗോസ്വാമി പറയണം ഇവരോട്, ഞാനും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു തരാമെന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ നായ്മശാരണത്തിൽ ഇത് പറയുന്നത്. അപ്പോൾ അതിന് ഭാഗവതം എല്ലാം ഒന്ന് തന്നെ, നമുക്ക് എല്ലാം കിട്ടുന്ന ഒരൊറ്റ മോഡൽ തന്നെ, വ്യത്യാസമൊന്നുമില്ല. പല കോൺടെസ്റ്റാൻ്റെ പോലെ മാത്രമല്ല. അത് അവസാനിക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള 12ാമത്തെ ക്ഷണത്തിൻ്റെ ഇത് പറയുന്നുണ്ട്. വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നർത്ഥം. വേറെ ഒരു മരുന്ന് നോക്കിയിട്ട് നിങ്ങൾ കാര്യമില്ല. ഭഗവാന്റെ നാമം പറയണം വേണം. ഭഗവാന്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ വേണം. മറ്റുള്ള ചിലപ്പോൾ പൊതുവെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈ നാമം കരികാലത്തിന് മാത്രമാണ്. അല്ല, കലികാലത്തിന് മാത്രമല്ല നാമം, മറ്റുള്ള യുഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് എന്താ കാര്യം എന്ന് കഴിഞ്ഞാൽ മറ്റു പലതും ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നു. ഒരു നാമത്തിനേക്കാൾ കൂടുതൽ അതാണ് ചെയ്തിരുന്നത്. അതാണ് വക്രതായതോ വിഷ്ണു. അതുകൊണ്ടാണ് പറയുന്നത് സത്യയുഗത്തിൽ ധ്യാനം പോസിബിളായിരുന്നു. ധ്യാനിച്ചിട്ട് അവർ വിഷ്ണുവെ ധ്യാനിക്കുമായിരുന്നു. ആണ്. അന്ന് നാമജപം ഇല്ലാത്തതുകൊണ്ടല്ല, നാമം ജപിക്കാം. അന്ന് തന്നെയാണ് വാൽമീകി മഹർഷി നാമം ജപിച്ചിട്ട് പേര് രാമരാമെന്ന് പറഞ്ഞിട്ട് ഇത്ര വലിയ ആളായത്. അപ്പം അതൊക്കെ ഉണ്ട്. പ്രഹ്ലാദ് നോക്കൂ, പ്രഹ്ലാദ മഹാരാജ് എന്താ പറയുന്നത്?
ശ്രവണം കീർത്തനം വിഷ്ണു അന്നും പറയേണ്ടത്. ശ്രവണം കീർത്തനം വിഷ്ണു എന്ന് അതിൻ്റെ പ്രാത് പറയുന്നത്. കലികാലത്തിലാണോ പ്രാതെന്ന്? അല്ല, അന്നുണ്ട്. പക്ഷേ ഇതിനത്ര പ്രാധാന്യം ഇപ്പോഴേ നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പോഴെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ആണ് പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാക്കേണ്ടത്. അതാണ് എൻ്റെ കാര്യം. മറ്റുള്ള ഹോമങ്ങളോ യജ്ഞങ്ങളോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് അത് എന്താ ഉപനിഷത്ത് പറയുന്നത്? എന്താ വെച്ചാൽ ഹരേർനാമ 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 ഏവ കേവലം ആണ് പറയുന്നത്. ഏവ കേവലം, അത് മാത്രം. ഹരിയുടെ പേര് ഹരിയുടെ പേര് ഹരിയുടെ പേര്, അത് മാത്രം. കലിയുഗത്തിൽ നാസ്തിയേവ നാസ്തിയേവ നാസ്തിയേവ, വേറെ വഴിയില്ല വേറെ വഴിയില്ല വേറെ വഴിയില്ല, ഗതി അന്യത ഗതിയില്ല. അതാണ് ഇതിൻ്റെ പോയിന്റ്. ശരിക്കും ഇത് നിങ്ങൾക്ക് യജ്ഞം ഹോമമൊക്കെ അന്നത്തെ പൊസിഷൻ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നടത്താൻ സാധിക്കില്ല. അതാണ് കാര്യം. കാരണം ഇതിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള കൃഷ്ണ പറയുന്നു പറ്റില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ നോക്കിയിട്ട് എന്താ കാര്യം? നമ്മൾ ചെയ്ത് നോക്കട്ടെ, ഹോമം യജ്ഞമൊക്കെ ചെയ്ത് നോക്കട്ടെ, കുറേ കൂടി സോഹ ഒക്കെ കുറേ കൂടി ടേസ്റ്റ് കാണാനൊക്കെ ഇതായിരിക്കും, നന്നായിരിക്കും. അപ്പോൾ അത് ചെയ്ത് നോക്കട്ടെ. കാര്യമില്ലാന്ന് പറയുന്നത്, ചെയ്ത് കാര്യമില്ല. കാരണം കലിയുഗത്തിൽ എല്ലാവരും എന്താണ്? മന്ദാഹ സുമന്തമതയ മന്ദഭാഗ്യായി ഉപദ്രതാണ്. എല്ലാവരും സുമന്ത ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർ എല്ലിഞ്ച് ഹോം ചെയ്തിട്ട് എന്താ കാര്യം? അതും ഏറ്റവും ടോപ്പ് ബുദ്ധി വേണം അതിനൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് കലിയുഗത്തിൽ എല്ലാവരും. അതാണ് പറയാൻ കാരണം. പക്ഷേ ആൾക്കാരുണ്ട് ഇങ്ങനെ കൃഷ്ണാവബോധത്തിലുള്ള ആൾക്കാർ എന്നുവെച്ചാൽ അവരെ ഇതിൽ ജ്ഞാനവാൻ ആ ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇതിൽ പറയുന്നില്ലേ. ഭഗവാൻ പറയുന്നുണ്ട് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് അങ്ങനെയാണ്. പക്ഷേ വളരെ റെയറായിട്ട്, അതുകൊണ്ടാണ് ദുർലഭമാണെന്ന് പറയുന്നത്. ഈ കൃഷ്ണ കോഴ്സിലുള്ള ആൾക്കാരെ ദുർലഭമെന്ന് പറയുന്നത്. എന്താണ് ദുർലഭമെന്ന് പറയും? അധികം ആൾക്കാരെന്താണ് ഇന്നത്തെ ഇത് സ്വാർത്ഥഗതി വിഷ്ണു പ്രണാദ്മരായി പറയുന്നു. ഇന്നത്തെ വിധു എന്നാൽ അവർ വിധു അറിയുന്നില്ല. ഇന്നത്തെ വിധു സ്വാർത്ഥഗതി എന്ന് വെച്ചാൽ സ്വന്തം അർത്ഥത്തിനായിട്ടുള്ള ഗതി വിഷ്ണു ആണെന്ന് ആർക്കും അറിയുന്നില്ല. അവ അറിഞ്ഞു കഴിഞ്ഞാലും അതിനുള്ള വഴിയിൽ നടക്കുന്നില്ല പലകരും. അതുകൊണ്ട് അർത്ഥ സ്വാർത്ഥഗതിയും വിഷ്ണു. അത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദുരാശ ആവശ്യമില്ലാത്ത ആശയങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ടല്ലോ. അത് നമ്മളെ പുറത്ത് നിർത്തുകയാണ്. അങ്ങനെ കാര്യം. അറിയാതല്ല, പലതും അറിഞ്ഞിട്ടും നമ്മൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും കണ്ടില്ലേ. നമുക്കിവിടെ കാണാം. ആദ്യം ഇപ്പോൾ അങ്ങനെ സിഗരറ്റൊന്നും അധികം കാണുന്നില്ല. പക്ഷേ സിഗരറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇത് ഇഞ്ചുറീസ്, ഇതിന് കോസ് ഫോർ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്തായാലും വലിക്കുന്നില്ല ആൾക്കാർ. വലിക്കുന്നത് അത് വായിച്ചിട്ട് തന്നെ വലിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവരുടെ ആശ അതിനാണ്, അവരുടെ ആഗ്രഹം. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഇന്ദ്രിയ പ്രീണത്തിന് വേണ്ടിയിട്ട് ആണ് നമ്മൾക്ക് ഇത് ചെയ്യുന്നത്. പക്ഷേ ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? അതിനേക്കാൾ ടേസ്റ്റ് നമുക്ക് മറ്റൊന്നിൽ കിട്ടണം. അതിനേക്കാൾ ടേസ്റ്റുകളാണ് ഏത്? കൃഷ്ണ കോൺഷ്യസ്, കൃഷ്ണാബോധം. പക്ഷേ അതിലേക്ക് പതുക്കെ വേണം നിർത്തണം, ഇല്ലേ? ചാൻറ്റ് ഹരേ കൃഷ്ണ ആൻഡ് ബി ഹാപ്പി, സ്റ്റേ ഓൾവേസ് ആയി എന്ന് പറയുന്നു. ഏത് സമയത്തും മറ്റേ അവരൊക്കെ അല്പം എന്തെങ്കിലും കഴിച്ചാൽ അല്പം മുകളിലേക്ക് പോകുക. പക്ഷേ ഇതല്ല, ഇത് ഓൾവേസ് സ്റ്റേ ഹൈ എന്ന് പറയുന്നത്. അതാണ് കൃഷ്ണ കോൺഷ്യസ്. പക്ഷെ എന്തുകൊണ്ടത് കഴിയുന്നില്ല എന്ന് വെച്ചാൽ അറിവില്ല. അതൊക്കെ അറിയുന്ന ആൾക്കാർ വളരെ റയറാണ്. ശരിയായുള്ള രീതി എന്താണെന്നുള്ളത് ശാസ്ത്രമാർക്കും അറിയുന്നില്ല. അല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് അധികം ഭാഗത്തില്ല. ശ്രീമദ് ഭാഗവതം എല്ലാവരും അഗ്രി ചെയ്യുന്നതാണ്. പ്രത്യക്ഷ കൃഷ്ണാവിനെന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ എല്ലാവിധ കാര്യങ്ങളും അതിലുണ്ട്. ഭക്തന്മാരും കൃഷ്ണൻ തമ്മിലുള്ള ശരിയായുള്ള ഡീറ്റെയിൽസ്. ഇവൻ വ്യാസമഹർഷിക്ക് എഴുതാൻ തന്നെ കാരണം വേദങ്ങളൊക്കെ എഴുതിയിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നിയിട്ട് ശ്രീമദ് ഭാഗവതം എഴുതുകയാണ്. അത് നാരദ മഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് എഴുതുന്നത്. എന്ത് പറയുന്നു? എന്താ കാര്യം? എന്തുണ്ടെങ്കിലും വാസുദേവനെ അറിയാതെ എന്നുള്ളതാണ്. യഥാധർമാദർശ മുനിവര്യാനി കീർത്തിത നത്തത വാസുദേവസ്ഥ ധർമ്മം അനുവർത്തിത നമ്മൾ പറയുന്ന നാരദമഹർഷി. നിങ്ങൾ വേദങ്ങളൊക്കെ എഴുതി എല്ലാം കറക്റ്റായി, എല്ലാം കറക്റ്റാണ്, അതിൽ തെറ്റൊന്നുമില്ല, കറക്റ്റാണ്. പക്ഷേ വാസുദേവൻ്റെ മഹിമ അനുവർണിതാന്ന് പറയുന്നു, വർണ്ണിച്ചിട്ടില്ല.
അതാണ് പറ്റിപ്പോയത്. ആൾക്കാർക്ക് വേണ്ടത് വാസുദേവനെയാണ്, കൃഷ്ണയാണ് വേണ്ടത്. അത് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? വേദങ്ങളിൽ പല യത്നങ്ങളും ഹോമങ്ങളൊക്കെ പറയുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതായത് ഇങ്ങനെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി. പക്ഷേ ആ ഇന്ദ്രിയ തൃപ്തിയിൽ നിന്ന് പതുക്കെ പോയിട്ട് ഇനി എന്ത് എന്നുള്ള തോന്നൽ വേണം നമുക്ക്. അങ്ങനെ ക്വസ്റ്റ്യൻ വേണ്ട, അത് വന്നിട്ടില്ല. അതായത് കഷായം കുടിച്ചില്ല, ശർക്കര മാത്രം കഴിച്ചു എന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അസുഖം പറയുന്നുണ്ട് ഇല്ല, അത് ശർക്കര മാത്രം കഴിച്ചവരെ അത് ചെയ്തത് കിട്ടും, ഇത് ചെയ്തത് കിട്ടും എന്നൊക്കെ അതൊക്കെ കഴിച്ചു. പക്ഷെ പുറത്തേക്കാണ് കളി നടന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഭാഗവതം എഴുതാൻ പറഞ്ഞത്. കൃഷ്ണനെക്കുറിച്ച് എഴുതാൻ പറയുന്നത്. അതാണ് കൃഷ്ണനെക്കുറിച്ചാണ് ഇതിലെ ഭാഗവതത്തിൽ പറയുന്നത്. ബാക്കിയെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാനത് പറഞ്ഞില്ലേ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എല്ലാ ശാസ്ത്രങ്ങളും, അല്ലാതല്ല എല്ലാമാണ്. പക്ഷേ രാജന്റെ താവതന്യാനി പുരാണാനി സദാങ്കനെ, ഭക്തന്മാരുടെ ഇടയ്ക്ക് ബാക്കിയുള്ള എല്ലാ ശാസ്ത്രങ്ങളൊക്കെ നമ്പർ 1 തന്നെയാണ്, അല്ലാതല്ല. പക്ഷേ യാവത് ഭാഗവതന്നൈവ സൂര്യ അമൃതസാഗരമായിട്ടുള്ള ഈ ഭാഗവതം എപ്പോഴവരെ കേട്ടിട്ടില്ല, അതുവരെ വായിക്കില്ലെന്ന് ഓക്കെയാണ്. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താവും? ഇതിലാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അത് ഭഗവാനെ മനസ്സിലാക്കുന്നത്, അത് കൃഷ്ണൻ മനസ്സിലാക്കുന്നത്. ആരാണ് ഭഗവാൻ എന്ന് പറയുന്നത്? ഈശാവാസവിധം സർവ്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഈശ്വരന് അറിയുന്നില്ല. ഭഗവാൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളുള്ള ആളാണ്. എൻ്റെ ഐശ്വര്യങ്ങൾ പേരുകളെന്നെ പറയുന്നത് ആണ്. പക്ഷെ ആരാത്? അതിലെല്ലാവരും കൺഫ്യൂഷനാണ്. ഈവൻ വേദേഷു ദുർലഭം പറയുന്നില്ലേ, അതിനർത്ഥം വെച്ചാൽ വേദങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്കും അത് ദുർലഭം കിട്ടുന്നു. പക്ഷെ ഭക്തന്മാർക്ക് അത് കിട്ടുന്നു. വേദേഷു ദുർലഭം സുദുർലഭം ആത്മഭക്തം ഗോവിന്ദമാലി പുരുഷം തമം. അങ്ങനെ അപ്പോൾ ഭക്തന്മാർക്ക് കിട്ടുന്നു. പക്ഷേ അത് എങ്ങനെ നമുക്ക് കിട്ടാൻ പറ്റും? ഭക്തന്മാരായിട്ടുള്ള അസോസിയേഷൻ കൂടെയാണ് ശരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇനി ആരാ ഭക്തന്മാർ എന്നുള്ള ക്വസ്റ്റ്യൻ പിന്നെ വരുന്നുണ്ട്, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാൻ പറ്റും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇത് ഓണാണ്. ഹരേ കൃഷ്ണ. പറയും.